ഇതാണ് ജീവിതം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ എന്റെ അളിയനോട്, മോനെ ഇന്നു മുതലുള്ള ഈ 2 വീലർ യാത്ര വേണ്ട മോനെ, നിനക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് സന്തോഷിച്ച് ചിരിച്ച് ഓടിപ്പോയ, വണ്ടി ഓടിച്ചു പോയ എന്റെ അളിയൻ ഇന്ന് പള്ളിക്കാട്ടിലാണ്. സഹോദര, നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നാളെ ഞാനും നിങ്ങളും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഉൽ അർഖദിൽ പറഞ്ഞില്ലേ, ഞാനും ഇതുപോലെ വന്നു ചേരേണ്ടതാണ്. ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഓർക്കുന്നു നമ്മൾ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ. ഞങ്ങളും ഇതുപോലെ ഒരു നാൾ, അതുകൊണ്ട് ഒരു നാൾ ഏത് നിമിഷവും മരിക്കും. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്നുള്ള പേരോടുകൂടി അല്ലാതെ മരിക്കരുത് എന്നല്ല, ആയിഷ എന്ന പേരില്ലാതെ മരിക്കരുത് എന്നല്ല. ഏത് മരണവേളയിലും പാനൂരിലെ സിനിമാ തിയേറ്ററിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചു. വീട്ടുകാരും അറിഞ്ഞില്ല. പിറ്റേന്ന് ഉച്ചയായപ്പോ കാണാനില്ല. അപ്പൊ ഒരു ഹിന്ദു സഹോദരൻ പറഞ്ഞു, എന്റെ കൂടെ സിനിമാ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോ വാൽക്കണിയിൽ സ്ക്രീന് നേരെ നോക്കി മരിച്ച നിലയിൽ, സഹോദര, നൂർത്തി വെച്ച് കഫംപുടവ പൊതിയാൻ പോലും കഴിയാതെ ആ ഇരുന്ന ഇരിപ്പിലെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. അതേ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 കാലും ടിവിക്ക് നേരെ മേശപ്പുറത്തേക്ക് വെച്ച് ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, ആത്മാവിനെ അല്ലാഹു വീണ്ടെടുത്തു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞത്. സഹോദര, ഇത് മരണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, ആക്സിഡന്റുകൾ, ഫ്ലൈറ്റ് ദുരന്തങ്ങൾ, ട്രെയിൻ ദുരന്തങ്ങൾ, എന്നും നാളെ അങ്ങനെ ഒരു ദുരന്തത്തിലെ കഥാപാത്രം ഞാനും നിങ്ങളും ആവില്ലെന്ന് ആര് പറഞ്ഞു നമ്മളോട്? ഇനിയും ഒരുപാട് കാലമുണ്ട് നിസ്കാരം തുടങ്ങാൻ എന്നാര് പറഞ്ഞു നമ്മളോട്? വൃത്തികെട്ട മെസ്സേജുകൾ അയക്കൽ അവസാനിപ്പിക്കാൻ ഇനിയും എനിക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട് എന്നാര് പറഞ്ഞു നമ്മളോട്? ആര് പറഞ്ഞു നമ്മളോട്? എന്റെ മദ്യപാനം ഒഴിവാക്കാൻ ഇനിയും എനിക്ക് ദിവസമില്ലേ എന്നാര് പറഞ്ഞു നമ്മളോട്? ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. അതുകൊണ്ട് മക്കളെ, അനുജന്മാരെ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിന്റെ സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തൊരു ജനതയെ അള്ളാഹു മാറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ.